വീഡിയോയ്ക്കായി കാത്തിരുന്ന എല്ലാവർക്കും മുന്നിലൻ കണ്ണീർ പ്രണാമം. ഇപ്പൊ ലാലേട്ടൻ റഫറൻസ് ഇല്ലാത്ത ഒരു പടമേ ഇല്ല. നമുക്ക് ഈ ട്രെൻഡിൽ ഒരു ലാലേട്ടൻ ഫാനിന്റെ തന്നെ പടം പിടിക്കാം. അപ്പൊ ലാലേട്ടന് ഒറ്റ പൈസ കൊടുക്കാണ്ട് ഫുൾ ലാലേട്ടൻ മയം. എന്നാ പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആരൊക്കെയോ വിശേഷിപ്പിക്കുന്ന മഞ്ജു ചേച്ചിനെ തന്നെ വിളിക്കാം. ലാലേട്ടൻ റഫറൻസ്, ഫാൻസിനെ സുഖിപ്പിക്കൽ, മഞ്ജു ചേച്ചിയുടെ ക്യൂട്ട്നെസ് വാരി വിതറൽ. ഹോ, നമുക്കങ്ങ് സുഖിക്കണം. മനേ ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പടമാണ് ഒരു കിടിലൻ നന്ദിയോടെ പടം തുടങ്ങും. ഈ കഥ സിനിമയാക്കാനുള്ള ആദ്യ കാരണക്കാരനായ ശ്രീ സൈജു കുറുപ്പിന് ഞങ്ങൾ പ്രേക്ഷകരുടെ വക അൾട്ടിമേറ്റ് പുച്ഛം. അടുത്തത് ശ്രീകുമാർ മേനോന്റെ ഒടിയന് വിജയാശംസകൾ. നൈസായിട്ട് ആശംസിച്ചിട്ടുണ്ടേ. തിങ്സ് നന്നായി ബാ എന്നിട്ടൊരു കിടിലൻ ഡിസ്ക്ലൈമർ അങ്ങ് തരും. ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമല്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും സാമ്യം തോന്നുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ നല്ലതുപോലെ മോഹൻലാൽ സിനിമകൾ കാണാത്തത് കൊണ്ടാണ്. എങ്ങനെ നല്ലതുപോലെ മോഹൻലാൽ സിനിമകൾ കാണേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ അങ്ങനെ കാണാമായിരുന്നു. ഓരോന്ന് പടച്ചു വിട്ടിട്ട് അപ്പോ ലാലേട്ടന്റെ ഫസ്റ്റ് പടം ഇറങ്ങിയെന്ന് ജനിച്ച മുതലാണ് നമ്മുടെ നായിക. പിന്നെ അവിടുന്ന് നേരെ പുലിമുരുകൻ റിലീസിന്റെ തലേന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഇന്ദ്രേട്ടനെ കാണിച്ചാണ്. പക്ഷെ അവിടെ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വരുന്നവരെ വെറുപ്പിച്ച് കൊല്ലാനായി ദാ വരുന്നു. കഴിഞ്ഞ ആഴ്ച ചാടിയുള്ളൂ. അവരെ എഞ്ചു കൂടെ ഇടിച്ച് ഇങ്ങനെ തെറിപ്പിച്ച് ചേർത്തറിയും കിടക്കുന്നത് കൊടുമാല. ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് കാണാല്ല. സൈറൻ കേൾക്കാം. കൂടു ഇപ്പൊ ട്രെയിനല്ല ദുരന്തോ പൊളിയാണ്. വെറുതെ ചാടി കൊടുത്താൽ മതി. ചമ്മന്തി അടിച്ചുള്ളിൽ കിട്ടും. ഇങ്ങനെ വേർക്കൊന്നും വേണ്ടി വരില്ല. ലാഭല്ലേ. ഞാനിവിടെ ആത്മഹത്യ ചെയ്യാൻ വന്നതായി പോയി. അല്ലെങ്കിൽ എന്തായാലും സമയമുണ്ടല്ലോ. അതുകൊണ്ട് സൗബിന്റെ കൂടെ ഇരുന്ന് വെള്ളമൊക്കെ അടിച്ച് ഇന്ദ്രേട്ടൻ പറയും പുള്ളി ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് കാരണം ലാലേട്ടനാണെന്ന്. അത് കേട്ടതും പട്ടി കുരയ്ക്കും. മോഹൻലാൽ ലാലേട്ടനാ സിനിമയിലേക്കുള്ള അതെ, ഓ വല്ലാത്ത ജാതി ഫാൻ പടം തന്നെടോ. സോ മരിക്കാൻ പോകുന്ന ഏതൊരു നായകനും ഗ്യാപ്പ് കിട്ടിയാൽ പറയാൻ പോകുന്നത് ഫ്ലാഷ് ബാക്ക് കഥ. കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട് എന്താണെന്ന്. അതും എന്തിന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞിരുന്നതിൽ കൊള്ളാമായിരുന്നു. ഇതാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടുള്ള കഥ അങ്ങ് നിരത്തും. അധികനല്ല കലാകാരനല്ല ഞാൻ, കേവലം മരിക്കാനായി വന്നൊരു തൻ. ചെറുപ്പത്തിലെ ലാലേട്ടന്റെ പടം കണ്ട് കട്ട ഫാനായ മീനാക്ഷി ലാലേട്ടന്റെ കല്യാണം കഴിഞ്ഞാന്ന് തലകറങ്ങി വീണ മീനാക്ഷി. ഏത് 8 വയസ്സാണ് പ്രായം. വരൂ, അതിനിടയിൽ ഒരു ഫ്രഷ് കോമഡി കേൾക്കാം. തോമസ് ആലുവ എഡിസൺ. ആലുവ എഡിസൺ അല്ല, തോമസ് ആൽവ എഡിസൺ. അവിടുന്ന് നേരെ ഷിഫ്റ്റ് ടു നരസിംഹം റിലീസിന്റെ അന്ന് നായിക മഞ്ജു ചേച്ചിയുടെ ഇൻട്രോ. അതായത് 1980 മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ റിലീസിന്റെ അന്ന് ജനിച്ച മഞ്ജു ചേച്ചിക്ക് ഇപ്പോ 2000 നരസിംഹത്തിന്റെ റിലീസിന്റെ അന്ന് പ്രായം 20 വയസ്സ്. ഒരു തളയെ മേക്കപ്പ് അടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നു. അവിടുന്ന് നരസിംഹത്തിന് നെഗറ്റീവ് റിപ്പോർട്ട് പറയണ ഏതോരുത്തരെ പഞ്ഞിക്കിട്ടും മഞ്ജു ചേച്ചിയുടെ ഇൻട്രോ പ്ലസ് മാസ് ഡയലോഗ്. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടി. പൂവള്ളി ഇന്ദു ചൂടൻ എന്താണ് ഒരു കുഴപ്പം? ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടിയേറ്റി കളിക്കല്ലേ. ഈ ലാലേട്ടനെ ഞങ്ങളുടെ ഒന്നും ചങ്കല്ല, ചങ്കടിപ്പ. ആ ലാലേട്ടനെ കുറിച്ച് ഇല്ലാതെങ്ങാനും പറഞ്ഞ ചവിട്ടി താത്തുന്നില്ല ഞാൻ പാതാളത്തിലേക്ക്. പിന്നീട് അങ്ങോട്ട് നിഷ്കളങ്കയും സർവോപരി ലാലേട്ടൻ ഫാനുമായ മഞ്ജു ചേച്ചിയുടെ നാച്ചുറൽ ആക്ടിംഗിന്റെ പീക്കാണ്. അതാ കല്യാണ വീട്ടിൽ വായി നോക്കിയ ചന്ദ്രന്റെ തലയിൽ ചൂട് രസം ഒഴിച്ചതിന്. അത് പിന്നെ ലാലേട്ടന്റെ അഭിനയത്തിന്റെ രസം പോരാന്ന് പറഞ്ഞപ്പോ ഞാൻ അവനത്തിന് രസം കൂടുതൽ കൊടുത്തത്. മകനെ മസത്തി വേലി കെട്ടിയിട്ട് അപ്പ കല്യാണം. ഞങ്ങൾ സ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ചവരാ. ആണോന്നാ? ഇതോട്ട് നടക്കണത് തന്നെ ലാലേട്ടനെ പോലെയാ. നാടോടിക്കാറ്റിലെ ദാസനെ പോലെ ബികോം ഫസ്റ്റ് ക്ലാസ്. എന്റെ തൊലി ഒരുങ്ങി പോവും എന്റെ പൊന്നു മക്കളെ. അതിന്റെ ഇടയില് ആത്മഹത്യക്ക് തൊട്ടു മുൻപ് സൗബിയെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഇന്ദ്രേട്ടന് തന്നെ ഇൻട്രോ കൊടുത്തിരിക്കുന്നു. ഇന്ദ്രേട്ട, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. ഓ എന്തേലും കാണിക്ക്. അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ആ യുവാവും യുവതിയും 20ാമത്തെ വയസ്സിൽ വിവാഹിതരാവുകയാണ്. ആദ്യ രാത്രിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. എന്നാ സേതുട്ട കണ്ണടച്ചേ. സേതുട്ടൻ ഇതുവരെ കാണാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം.
ചിരിക്കുന്നു. മിസ്റ്റർ സേതുവേട്ടൻ, ആദ്യ രാത്രിയിലെ നിങ്ങളുടെ കഴപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആ മുതലിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല കിട്ടാൻ പോകുന്നതെന്ന്. എല്ലാം ഞാൻ കണ്ട ലാലേട്ടൻ സിനിമകളുടെ ടിക്കറ്റാ. എല്ലാം ഞാൻ കണ്ട ലാലേട്ടൻ സിനിമകളുടെ ടിക്കറ്റാ. അങ്ങനെ 2 വർഷമായിട്ടും കുട്ടികൾ ഇല്ലാത്ത വിഷമം തീർക്കാൻ ഒരു ലാലേട്ടൻ ഫാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? അതാ നോക്കൂ, വരിക്കാശ്ശേരി മന. ഒരു ലാലേട്ടൻ മറ്റൊരു ലാലേട്ടനെ ഉണ്ടാക്കിയ വീടല്ലേ. അവിടുന്ന് പിന്നെ ചേച്ചി തുടങ്ങായി. നിങ്ങളെ പോലെ ഒരു ആഭാസന്റെ മുമ്പിൽ ചിലങ്ക കെട്ടി ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ കലയാണ്. എനിക്കിത് വേണ്ട. ഒന്നതരമായിരിക്കുന്നു, വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. അങ്ങനെ ഇരിക്കെ ലാലേട്ടന്റെ ഷൂട്ടിംഗ് കാണാൻ പോയി ലാലേട്ടനെ നേരിട്ട് കാണുമ്പോ തല കറങ്ങി വീഴുന്നു. അപ്പൊ ദാ അറിയുന്നു ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അങ്ങനെ ഗർഭിണിയായിരിക്കെ ഉദയനാണ് താരം കണ്ടു മടങ്ങി വരുന്ന വഴിയിൽ ഒരു പട്ടി വട്ടം ചാടി ആക്സിഡന്റ് ആകും. എന്നിട്ട് ഡോക്ടർ ഇറങ്ങി വന്ന് സൗണ്ട് മ്യൂട്ടാക്കി എന്തോ വലിയ സസ്പെൻസ് ഇന്ദ്രേട്ടൻ പറയും. ഇന്ദ്രേട്ടൻ അപ്പൊ തന്നെ അത് പോയി വീട്ടുകാരോട് പറയണത് നമുക്ക് കേൾപ്പിച്ചു തരും. എന്റെ കുഞ്ഞ് പോയി അമ്മ. എന്നാ പിന്നെ ഇതാ ഡോക്ടർ പറയണത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നാ പോരായിരുന്നില്ലേ? അത്രയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വരും. ഇന്ദ്രേട്ടൻ വന്ന കാര്യത്തിലേക്ക് കടക്കും. പക്ഷെ ആരും പേടിക്കണ്ട, ഇന്ദ്രേട്ടൻ സേഫ് ആണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്, ഒരു വമ്പൻ ട്വിസ്റ്റ്. സൗബിന്റെ പട്ടി വന്ന് ഇന്ദ്രേട്ടനെ ട്രാക്കിൽ നിന്ന് വലിയ ചെട്ട് രക്ഷപ്പെടുത്തും. ഈ പട്ടിയാണ് അന്ന് ഇവരുടെ ബൈക്കിന് വട്ടം ചാടി ആക്സിഡന്റ് ഉണ്ടാക്കിയ പട്ടി. മഹത്തായ ചിന്താഗതി. അപ്പൊ ഇന്ദ്രേട്ടന് മരിക്കാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ, കഥ അങ്ങ് പറഞ്ഞാട്ടെ. അങ്ങനെ ഒരു മാറ്റത്തിനായി അവർ നഗര ജീവിതത്തിലേക്ക് എത്തും. എത്തിയന്ന് തന്നെ ആ കോളനിയിലെ ഒരു കൊച്ചിന്റെ പേരിടൽ ചടങ്ങിന് ഇവര് പോകും. പേരിടൽ ചടങ്ങിന്റെ അന്ന് കൊച്ചിന്റെ തന്ത പറയാ, ഞങ്ങളുടെ കുട്ടിക്ക് ഇടാൻ പറ്റിയ നല്ല പേരുകൾ ഉണ്ടെങ്കിൽ മെമ്പേഴ്സിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളായിട്ട് കൊച്ചിന്റെ പേരൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അവർ പറയുന്ന പോലെ പേരിടാമെന്ന് കരുതി. ഒരു പ്രത്യേക തരം പേരിടലാണല്ലേ. ഇതിപ്പോ എന്തിനാ ഇങ്ങനൊരു പേരിടൽ സീൻ? ഇത് മറ്റേതാ. മഞ്ജു ചേച്ചി ലാലേട്ടനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേര് പറയും, എല്ലാവരും കളിയാക്കി ചിരിക്കും. ഇന്ദ്രേട്ടന് വിഷമാകും. അതാണല്ലോ അതിന്റെ ഒരു ലൈൻ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേതാ മഞ്ജു ചേച്ചിയുടെ മാസ്. മാർക്കറ്റിൽ ഗുണ്ടാപ്പിരിവിന് വന്ന് കാശ് കിട്ടാതായപ്പോൾ അവിടുത്തെ കൊച്ചിനെ കൊണ്ടുപോകുന്ന ഗുണ്ടകൾ, ആ ഗുണ്ടകളെ തല്ലുന്ന മഞ്ജു ചേച്ചി. ആ ഇത് മതി ഫ്രഷ് കോൺസെപ്റ്റ്. ഏട്ടൻ ഫാൻസിന് മാസ്. ഇത് ഏട്ടൻ ഫാൻസിന് മാസ്. ഇടിച്ചിട്ട ഗുണ്ടയുടെ ആളുകൾ മഞ്ജു ചേച്ചിയെ നോക്കി വരുമ്പോൾ ഏട്ടൻ ഫാൻസ് അവരെ നോക്കി പേടിപ്പിക്കുന്നു. അതും ഒരു കിടിലൻ BGM ഇട്ട്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. പടം ഒരു ഫൺ മൂവിയാണെന്ന് തെളിയിക്കാൻ ഷുഗർ കുറഞ്ഞ ലഡ്ഡു വാങ്ങി തിന്നുന്ന ഗുണ്ടയായി സലീമേട്ടനെ 2 സീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കോമഡിയെ കുറിച്ചൊന്നും പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെ പോണു? ഇനിയും കുറെ ഫണ്ണിത്തരങ്ങളുണ്ട്, അത് കണ്ടിട്ട് പോയാൽ മതി. വീട്ടുജോലിക്ക് വന്ന നസീർ ഫാനായ സ്ത്രീ പഴയ നടിമാരെ കുറിച്ച് പറയണേന്റെ ഇടയക്കോടെ. പിന്നെ സല്ലാപ സിനിമയിൽ വന്ന ഒരു പെൺകൊച്ചുണ്ടായിരുന്നു, നല്ല മുഖശ്രീയാ. അതിനെ ഇപ്പൊ കാണാനും. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. എന്നിട്ട് ലാൽ ഫാനും നസീർ ഫാനും തമ്മിലുള്ള ഫാൻ ഫൈറ്റ്. എടോ, തന്റെ കോമഡി ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അപ്പൊ കട്ട ലാലേട്ടൻ ഫാനായ മഞ്ജു ചേച്ചിയുടെ ആഗ്രഹമാണ് പരിചയപ്പെട്ടാ മാത്രം പോരാ, എന്നോട് മീനു എന്ന് വിളിക്കണം. അപ്പോൾ തന്നെ കൂട്ടത്തിലെ മറ്റൊരു ലേഡി മഞ്ജു ചേച്ചിയുടെ ആഗ്രഹ സഫലീകരണത്തിനായുള്ള ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു കൊടുക്കും. അതിന് ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താ പോരെ? ഏത് ലാലേട്ടനെ ഒന്ന് കാണാൻ, ലാലേട്ടൻ മീനൂട്ടിന്നൊന്ന് വിളിക്കാൻ. ഇതൊക്കെ ഡയറക്ടർ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നമ്പർ അല്ലേ. ഇതിനിടയിൽ പിന്നെയും കുറെ ഫണ്ണിത്തരങ്ങൾക്കായി ഹരീഷ് കണാരനെ വെള്ളാനങ്ങളുടെ നാട്ടിലെ കോസ്റ്റ്യൂം ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് വയ്യ. എന്താ വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന മുഴുവൻ അപരാധം, അതുപോലത്തെ വെറുപ്പിക്കൽ ക്യാരക്ടേഴ്സും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ചേച്ചി സീരിയസ് ആയിട്ട് എടുത്തു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നമുക്കൊരെണ്ണം പ്രൊഡ്യൂസ് ചെയ്താലോ? പ്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ അപ്പൻ ഇവിടെ വല്ല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കഥ ഞാൻ ചുരുക്കി പറയാം. പ്രൊഡ്യൂസർ ആക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വന്ന ഫ്രോഡായ അജു ക്യാഷ് തരാൻ പറയുമ്പോൾ മഞ്ജു ചേച്ചി ഫുൾ സ്വർണം എടുത്ത് കൊടുക്കാൻ പോകും. അപ്പോൾ ഇന്ദ്രേട്ടൻ ബാങ്കിൽ അടക്കാൻ കൊണ്ടുവച്ച ഇന്ദ്രേട്ടന്റെ ഫ്രണ്ടിന്റെ ക്യാഷ് ചേച്ചി കാണും. അത് ഇന്ദ്രേട്ടൻ തനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാകും ക്യാഷ് കൊണ്ടുവച്ചതെന്ന് കരുതി ഇന്ദ്രേട്ടനോട് കൺഫേം പോലും ചെയ്യാതെ 20 ലക്ഷം എടുത്ത് ഫ്രോഡായ അജുവിന് കൊടുക്കും. ആ 20 ലക്ഷം പോയതിനു വേണ്ടിയാണ് ഇന്ദ്രേട്ടൻ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആത്മഹത്യ
ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ ഊളക്കഥ പറയാൻ വേണ്ടിയിട്ടാണോ ഇന്ദ്രേട്ട നിങ്ങൾ 5ാം ക്ലാസ് തൊട്ടുള്ള കഥ പറഞ്ഞത്? അപ്പൊ അന്ന് രാത്രി ഒരു ഫൈറ്റും കഴിഞ്ഞ് ഇറങ്ങി വന്നേക്ക ആത്മഹത്യ ചെയ്യാൻ. പിന്നെ അവിടുത്തെ ഒരു സൗബിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്. അതിൽ ഏതെങ്കിലും സിനിമയിൽ ലാലേട്ടങ്ങനെ പേടിച്ചോടിയിട്ടുണ്ടോ? ഭാനുമതി ഉള്ളതുകൊണ്ടാണ് മംഗലശ്ശേരി നീലകണ്ഠൻ ഉള്ളത്. അതുപോലെ സേതുലിക്ക് മീനുല്ല, മീനുലകി സേതുല്ല. അതുപോലെ സേതുലിക്ക് മീനുല്ല, മീനുലകി സേതുല്ല. അതുപോലെ സേതുലിക്ക് മീനുല്ല, മീനുലകി സേതുല്ല. ചാർജായി ഇന്ദ്രേട്ടൻ ഫാൻസിനെ വിവരം അറിയിക്കുന്നു. ഫാൻസ് എല്ലാം കൂടി അജുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊക്കുന്നു. ഇതിനിടയിൽ സങ്കടകരമെന്ന് പറയട്ടെ, മഞ്ജു ചേച്ചിക്ക് കഥ പറയാൻ ആരുമില്ലാത്തത് കൊണ്ട് വെയിൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിലാകുന്നു. അപ്പൊ മഞ്ജു ചേച്ചിക്ക് ബ്ലഡ് വേണം. എങ്ങനെ ഒപ്പിക്കും? വയറിളക്കം പിടിച്ച പോലെ ഫാൻസ് അതാ വരുന്നു. എന്നിട്ട് ഏതാ ഗ്രൂപ്പ്? ഞങ്ങൾക്കെല്ലാം ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ലാലേട്ടൻ. നിന്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കണം, നിന്റെ മറ്റുള്ളവർക്ക് കൊണ്ടുകൊടുക്കണം. അപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാ, ചേച്ചിയുടെ റംബൂട്ടാൻഡാടി മരിച്ച വിഷമത്തിലിരിക്കുന്ന സമയത്ത് കണ്ട പടമാണ് 1 മുതൽ 0 വരെ. സോ ഇരുട്ടിലായി പോയ എന്റെ ചെറുപ്പം മുതൽ എന്നിലേക്ക് വന്ന സ്നേഹത്തിന്റെ വെളിച്ചമാണ് എന്റെ ലാലേട്ടൻ. അങ്ങനെ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി അവർ പുലിമുരുകൻ കാണാൻ പോയി തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ കാലിന്റെ ഇടയിൽ നിന്ന് പേപ്പറൊക്കെ എടുത്ത് വാരി എറിഞ്ഞ് ആഘോഷിക്കും. മീനുക്കുട്ടിയെ പോലുള്ള ഒരുപാട് ആരാധകരിലൂടെ വളർന്ന ഇന്ത്യൻ സിനിമയ്ക്ക് മോഹൻലാൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വേണ്ട, ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.